if they're really serious about chemistry, വളരെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുക ഇന്റേൺഷിപ്സ് ആണ്. Go for internships. നമ്മുടെ ഈ വെക്കേഷൻ ടൈംസിൽ there are a lot of internship programs which the government provides, the institutes provide. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ IITs ഒക്കെ ആണെങ്കിൽ IITs-ൻ്റെതായിട്ടുള്ള സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം, സമ്മർ ഇന്റേൺഷിപ്സ്, TIFR-ന്റെ സമ്മർ ഇന്റേൺഷിപ്സ് ഉണ്ട്. Then you have your Indian Academy of Sciences, അവരുടെ ഇന്റേൺഷിപ്സ് ഉണ്ട്. സോ അതിനൊക്കെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു എൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ വേറെ ലാബുകളിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റിനെ നമ്മൾ ഡയറക്ട്ലി മെയിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുക, നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് നമ്മൾ, will it be possible to come and spend probably a month under your tutelage or under your guidance, so that അത് however small it is, നമ്മളിപ്പോ ഒരു ക്ലാസ് റൂം സ്റ്റഡി എൻവയൺമെന്റിൽ നിന്ന് മാറി നമ്മളൊരു റിസർച്ച് ലാബില് എങ്ങനെയാണ് അവിടുത്തെ വർക്കേഴ്സ് എന്ന് കാണുമ്പോൾ ദ amount of exposure that you get, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായിരിക്കണം പ്രോബബ്ലി എനിക്കൊക്കെ ഒരുപാട് അങ്ങനെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട്.